നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് തിരിച്ചെത്തുന്നവർക്കായുള്ള ക്വാറന്റൈൻ നിബന്ധനകൾ നീട്ടിയിരിക്കുകയാണ് ഖത്തർ. ഒക്ടോബർ 31 വരെ പ്രഖ്യാപിച്ചിരുന്ന ക്വാറന്റൈൻ നിബന്ധനകൾ ഡിസംബർ 31 വരെ നീട്ടി. ഇതനുസരിച്ച് കോവിഡ് റിസ്ക് കൂടിയ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്ന ഖത്തരി വിസക്കാർക്ക് 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിരുന്നു. പ്രത്യേക റീ എൻട്രി പെർമിറ്റ് ലഭിച്ചാൽ മാത്രമേ വിസയുള്ള വിദേശികൾക്ക് ഖത്തറിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കോവിഡ് റിസ്ക് കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഹോം ക്വാറന്റൈൻ മതിയാവുന്നതാണ്. ഏത് തരം ക്വാറന്റൈൻ ആണ് വേണ്ടതെന്ന കാര്യം ഈ റീ എൻട്രി പെർമിറ്റ് സൂചിപ്പിക്കുകയും വേണം. ഈ രാജ്യങ്ങളുടെ ലിസ്റ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും നൽകിയിട്ടുണ്ട്. ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമായവർ ഡിസ്കവർ ഖത്തർ വെബ്സൈറ്റ് വഴിയാണ് ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടത്. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എക്സ്പെഷണൽ റീ എൻട്രി പെർമിറ്റ് ഉള്ളവർക്കാണ് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളത്. ഇതിനായി ഖത്തർ പോർട്ടലിൽ അപേക്ഷ സമർപ്പിക്കണം. പെർമിറ്റിൽ ഹോട്ടലിലാണോ വീട്ടിലാണോ ക്വാറന്റൈനിൽ കഴിയേണ്ടതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് മാത്രം ഹോട്ടൽ ബുക്ക് ചെയ്യുക. ഇതിനുശേഷം വിമാനയാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഹോട്ടൽ ബുക്ക് ചെയ്ത് പിന്നീട് റദ്ദാക്കിയാൽ റീഫണ്ട് ലഭിക്കുന്നതല്ല. ഖത്തറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എൻട്രി പെർമിറ്റ്, ഹോട്ടൽ ബുക്കിംഗ് രേഖ എന്നിവ നിർബന്ധമായും കൈവശം ഉണ്ടായിരിക്കണം. അതേസമയം തൊഴിൽ വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചതോടെ ഖത്തറിലേക്ക് വിദേശ തൊഴിലാളികൾ എത്തി തുടങ്ങി. തിരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഖത്തർ തൊഴിൽ വിസ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിദേശ തൊഴിലാളികൾ എത്തി തുടങ്ങി. കെനിയയിൽ നിന്നും റിക്രൂട്ട് ചെയ്ത 30 തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം ഖത്തറിലെത്തിയതായി ഖത്തർ ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി സാധാരണ വാണിജ്യ വിമാന സർവീസുകൾ മാർച്ച് നിർത്തിവെച്ച ശേഷം തൊഴിൽ വിസയിൽ രാജ്യത്തേക്ക് എത്തുന്ന ആദ്യ ബാച്ച് തൊഴിലാളികളാണ് ഇവർ. കോവിഡ് വ്യാപനം രാജ്യത്ത് പരിമിതമായതോടെ നിയന്ത്രണങ്ങളിൽ ഭൂരിഭാഗവും സർക്കാർ ലഘൂകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളും തൊഴിൽ മേഖലയും പുനരുജ്ജീവനത്തിന്റെ പാതയിലുമാണ്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ വിദേശ തൊഴിലാളികൾ മടങ്ങിയെത്തുന്നത്. കഴിഞ്ഞ മാസമാണ് ഖത്തർ വർക്ക് വിസ അനുവദിച്ചതെന്നും സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നിയമം നടത്തിയതെന്നും കെനിയൻ തൊഴിലാളികളെ ഖത്തറിലെത്തിച്ച ഇൻഡോ അറബ് റിക്രൂട്ട്മെന്റ് മാനേജിംഗ് ഡയറക്ടർ സുബൈർ കോമത്ത് കാൻഡി വ്യക്തമാക്കി. അതോറിറ്റികൾ നിഷ്കർഷിച്ച ക്വാറന്റൈൻ കാലാവധിക്ക് ശേഷം തൊഴിലാളികൾ ജോലിയിൽ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. വിപണിയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനാൽ കുടിയേറ്റ തൊഴിലാളികളുടെ ഒഴുക്ക് വരും ദിവസങ്ങളിൽ ക്രമാനുഗതമായി വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.